ഇങ്ങനെയാണ് വാപ്പാനെ കൊണ്ടുപോണേ. വേഗം റെഡിയാവില്ല, ഞങ്ങൾ ഇട്ടിട്ട് പോകുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പാഫിയുടെ വീട്ടിലാട്ടോ ഞാനുള്ളത്. ഇവിടുത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. റിച്ചു ഉണ്ടിട്ട് ഇന്ന് എൻ്റെ കൂടെ വീഡിയോയിൽ. റിച്ചുവിനാണെങ്കിൽ അതന്നെ, റിച്ചുവിന്റെ ഫാൻസ് വെയിറ്റിംഗ് ആകുമ്പോൾ പറഞ്ഞ് വന്ന് നിൽക്കാം. പക്ഷെ ഫാൻസ് ഒന്നും ഇല്ലാത്ത കാര്യം റിച്ചുവിന് അറിയത്തില്ല. റിച്ചു ഭയങ്കര സുന്ദരിയാന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഒന്ന് നിൽക്കാം സുന്ദരിയായിട്ട്. റിച്ചുവിന് എക്സാം ഒക്കെ നടക്കാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എക്സാമിനൊന്നും പഠിക്കാണ്ട് വന്നിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാണ്. ഇന്ന് അയ്യോ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകാൻ പോകട്ടെ. ഇന്ന് സാറ്റർഡേ ആണ്. നമ്മൾ വെനസ്ഡേ കല്യാണമൊക്കെ ഇവിടെ എത്തി. ഇന്നപ്പോൾ ബാക്കി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണ്. ഇന്നും നാളെയും ഇവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ റെഡി ആയിട്ട് പോകും. ഇപ്പോൾ ഉച്ചയായി, ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവ എവിടെ പോയി എന്ന് വിചാരിക്കണ്ടാവും അല്ലേ? അല്ല റിച്ചു? ആ അയ്യോ, ഇവ ഇവിടെ തന്നെ ഉണ്ട്. ഇവ എവിടെ പോയിട്ടില്ല കേട്ടോ. ഇവ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. കേട്ടിട്ടുണ്ട്. അമ്മച്ച സുന്ദരല്ല? ഉമ്മാണെങ്കിൽ നമുക്കൊരു സമാധാനം തരുന്നില്ല കേട്ടോ. രാവിലെ തൊട്ട് തുടങ്ങിയതാ. കല്യാണമാണ്, വേഗം റെഡിയാവും പറഞ്ഞതാ. വേഗം ചോറൊക്കെ കഴിച്ച് റെഡിയാവുകയാണേ. ഉമ്മയുടെ വീട്ടിലെ കല്യാണം അതന്നെ, ഉമ്മ കൊറേ ദിവസമായി തുടങ്ങിയിട്ട്. ഞങ്ങള് നേരത്തെ എണീറ്റോണം, രാവിലെ എണീറ്റ് പൊക്കോളോന്നും പറഞ്ഞിട്ട്. വീട്ടിലെ കല്യാണമാണ്. ഉമ്മ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട്. ഞങ്ങളെ ഡ്രസ് കോഡ് ബ്ലാക്ക് ആണ്. ആ, ഉമ്മക്ക് മാത്രമേ ഉള്ളൂ ബ്ലാക്ക്, ഞങ്ങൾക്കൊന്നും ബ്ലാക്ക് ഇല്ല. നിങ്ങൾക്കും ഉണ്ടല്ല? ഞങ്ങളുടെ ബ്ലാക്ക് അല്ല. ഇവ ബ്ലാക്ക്. ഇവ എന്താ ചെയ്യണ? വാപ്പാടെ ഹെയർ സ്റ്റൈല് മാറ്റണം. ഇവയും കുറച്ച് ബ്ലാക്ക് ആണ് കേട്ടോ. ഈ ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെയാണ് വാപ്പാനെ കൊണ്ടുപോണേ. ആകെ ഒരു ഇച്ചിരി മുടി കല്യാണത്തിനുണ്ട് കോലാക്കിയല്ലോ മോളെ. ആ പരുന്ന് കൊടുത്തിട്ട് ബാർബി പോലാക്കി വാപ്പാൻ. വേഗം റെഡിയാവും. ഞങ്ങളൊക്കെ റെഡി ആയില്ല, ഞങ്ങൾ ഇട്ടിട്ട് പോകുന്നത്. ഞങ്ങൾ എന്നാ പോയി വേഗം റെഡി ആവട്ടെ. റിച്ചു ആണട്ടെ ഇവിടുത്തെ പ്രശ്നക്കാരി. അല്ല റിച്ചു എന്താ റെഡി ആവാത്തെ? ഇത് കൊള്ളൂല. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടാ. അത് സാരില്ല. ഞാനും കുട്ടി സെയിം ടു സെയിം ആട്ടാ. നോക്കട്ടെ, വാ. നമ്മള് സെയിം വെച്ച് റിച്ചു ഓൾമോസ്റ്റ് ഞങ്ങളുടെ കൂടെ ഒരു സെയിം ആണ്. ആ, റിച്ചു ഇച്ചിരി ഒരു ചേഞ്ച് ഉണ്ട് കേട്ടാ. അത് സ്നേഹം കൂടെ ബാഗൊക്കെ പിടിക്കാം. റിച്ചു ആരോടെ പിണങ്ങിയിരിക്കണ റിച്ചു. അങ്ങനെ എല്ലാരും എന്താ ഒരുങ്ങി സുന്ദരികളായിട്ടുണ്ട് കേട്ടാ. സുന്ദരനൊക്കെ ആയിട്ട് എല്ലാരും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇവനെ പിന്നിൽ ഇട്ടിക്കുക. എന്താ അറിയോ, നിനക്ക് മറ്റേ ഹാൻഡിൽ പിടിക്കുമ്പോ ടൈറ്റ് ആവും. അങ്ങനെ ഉമ്മായും വാപ്പായും കൂടെ ഓട്ടോയിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനും ഇവായും റിച്ചുവും കൂടെ സ്കൂട്ടറിലാട്ടാ പോണത്. ഞങ്ങള് സ്കൂട്ടറിൽ ഈ ഒരു പടിഞ്ഞാറ് വഴി ഉണ്ടല്ലോ, ഈ വഴിയിലൂടെ ഞങ്ങൾ അങ്ങോട്ട് പോകും കേട്ടോ. കല്യാണ വൈബ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റിച്ചു ഇവിടെ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കാണ്. അയ്യോ അയ്യോ നശിപ്പിക്കല്ലേ. പൂവന്റെ കയ്യിലുള്ള നെയിൽ പോളിഷ് കളഞ്ഞ്, പിന്നെ മൈലാഞ്ചി കളഞ്ഞ് ഗൈസ്. ഞങ്ങളിവിടെ കൊച്ചു പെൺകുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. പെൺകുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് 18 വയസ്സ്. പേരക്കുട്ടിയുടെ വയസ്സല്ലേ വെച്ച്. ഞങ്ങള് പഴയ കാലത്തിലേക്ക് പോകണമെന്ന് പ്രായമായൊരു കുറച്ച് അങ്ങനെ ഉണ്ട്. എന്റെ മൈലാഞ്ചി എന്റെ റിച്ചിട്ടെന്നാണ്. സുലുട്ട് തന്നില്ല കേട്ടോ. ഈ കല്യാണ പെണ്ണിന് സുലൈമാന്റെ പേര് എഴുതണം കേട്ടോ അതിന്റെ ഉള്ളില്.
അതിന്റെ താഴെയുള്ളതാണ് എന്റെ കാര്യം താഴെ എന്ന് പറയും. പക്ഷെ എല്ലാവരും മൂത്തതാണെന്ന് തോന്നുന്നു. ഏറ്റവും മൂത്ത ജ്യേഷ്ഠത്തിയാണ്. ഉമ്മ എല്ലാം നിന്ന് നിർത്തട്ടാ, മൊത്തം നിന്ന് നിർത്ത്. കാലി പ്ലേറ്റ് എടുത്തു തന്നതാ, കാലി പ്ലേറ്റ്. എന്റെ മെഹന്തിക്ക് ഇവിടെ ഡാൻസിന്റെ റിഹേഴ്സൽ നടക്കാണ്. ഇതാണ് ടീച്ചർ, ഇതൊന്നും അറിയാത്തൊരു സ്റ്റുഡന്റ്. ഉമ്മ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു ഹോള്. അപ്പോൾ അവിടെയാണ് ഫംഗ്ഷൻ ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഹോളിൽ വെച്ചിട്ടാട്ടോ ഈ ഫംഗ്ഷൻ നടക്കുന്നത്. എല്ലാവരും സുന്ദരികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ബ്ലാക്ക് ടീഷർട്ട്. ഈ പരിപാടിയുടെ ഹോളിനോളാണ് ഇരിക്കുന്നത്. ഇൻകാട അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ നമുക്കിനി കാണാം കേട്ടോ. 2 യുവമിഥുനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. 2 യുവമിഥുനങ്ങൾ. പഠിക്കല്ലേടാ, പഠിക്കല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിക്കാഹൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നേ. സാധാരണ നമുക്ക് തലേ ദിവസമൊക്കെ ചെക്കൻ്റെ വീട്ടുകാരല്ലേ പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് പെൺകുട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളിത് ആ പാട്ടൊക്കെ പാടി കൈയൊക്കെ കൂട്ടി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കസിൻസ് ആണെങ്കിലും മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ അടിച്ചു പൊളിച്ചേട്ടോ. അതിന് ഞങ്ങൾ 3 ആളും കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാണ്ട്. നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിംഗിളായിട്ടൊന്ന് എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടാ. ഫുഡ് കഴിച്ചായിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നെയ്ച്ചോറും ബീഫുമാണ്. അങ്ങനെ ഇവക്കുട്ടി കിട്ടിയ ചാൻസിന് സ്റ്റേജിൽ കയറിയിട്ട് പാട്ടൊക്കെ പാടിട്ടോ, ഡാൻസ് ഒക്കെ കളിച്ച ആള് അടിപൊളിയായിരുന്നേ. അപ്പൊ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഞാൻ നല്ല പാട്ടാണ് കേട്ടോ പാടിയത്. ഒരെണ്ണം മറ്റേ കൊച്ചുകൂമ്പാറ്റിയും മറ്റേതും അത് 2 പറഞ്ഞോളൂ, വേറെ ഞാൻ പാടി. ഇവിടെ കൊറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ സ്റ്റേജിൽ കയറി പാട്ട് പാടണം. അതെന്തായാലും നടന്നല്ലേ ഇവ. ഞാൻ കാവാല ഡാൻസും കളിച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ റീൻടൈം പിള്ളേരുടെയും ഡാൻസ് ആയിരുന്നു കേട്ടോ. അതും നല്ല രസമായിരുന്നു. അവർ കുറച്ച് ദിവസമായിട്ട് പഠിച്ചിട്ട് അങ്ങനെ കളിച്ചാട്ടോ. അപ്പോൾ അവർ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ. പ്രോഗ്രാം ഫുള്ള് കളറായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും മൊത്തത്തിൽ ഫാമിലി മൊത്തം ഹാപ്പി ആയിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അവസാനം ആ പെൺകുട്ടിയും ചെക്കനും വരെ സ്റ്റേജിൽ ഡാൻസ് ഒക്കെ കളിക്കണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അടിച്ചുപൊളിയായിരുന്നേ. അപ്പോൾ ഇവിടെ ഫാമിലിയിൽ ശരിക്കും പറഞ്ഞാൽ 4-5 വർഷമായി തോന്നിട്ടോ, കല്യാണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കുറേ വർഷങ്ങൾ കൂടിയിട്ടുള്ള ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇത് പിന്നെ പറഞ്ഞ കസിൻസിന്റെ കൂട്ടത്തിലെ അവസാനത്തെ കല്യാണം കേട്ടോ. അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല, റിച്ചും കൂടെ ഉണ്ട്. റിച്ചു ആട്ടോ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞത്. പിന്നെ ഉള്ളതൊക്കെ മക്കളുടെ മക്കളാട്ടോ. കസിൻസിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് വരുന്ന റിച്ചു ആണ്. പക്ഷെ അവളുടെ കല്യാണത്തിന് ഇനി എന്തായാലും കുറേ സമയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു കല്യാണം അടുത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. ഇവാണെങ്കിലും ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം അവളും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കല്യാണമൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ അവൾക്ക് കിട്ടുന്നത്. മുന്നേ എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും മനസ്സിലാവില്ല. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അന്നാലും അവൾ കിടന്ന് ഡാൻസൊക്കെ കളിക്കും. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധി ആയിട്ടില്ലല്ലോ. ഇപ്പോഴെല്ലാം ആൾ കുറച്ചൊന്ന് എല്ലാം അറിയണ ഒരു പ്രായമൊക്കെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പിന്നെ കല്യാണം എന്നൊക്കെ പറയുന്നത് പണ്ടേ എൻ്റെ വീക്ക്നെസ് ആട്ടോ. ഞാൻ പണ്ട് തൊട്ടേ ഒരു കല്യാണവും വെറുതെ വിടാറില്ല. നമുക്ക് അത്യാവശ്യം നമുക്കൊരു സ്റ്റേജിലൊക്കെ കയറാൻ പറ്റുന്ന അങ്ങനത്തെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കിട്ടിയ ചാൻസിന് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് തളർന്നിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് കുറച്ച് നേരം മാമാടെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായേ. അപ്പോൾ അവിടെ വന്നിട്ടാണെങ്കിലും എല്ലാവരും പിന്നെയും പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിട്ട് കുറച്ച് നേരം കൂടെ അവിടെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും നാളത്തെ കല്യാണത്തിനുള്ള എക്സൈറ്റ്മെൻറ്റിലും കൂടെയാണ്. നാളെ എല്ലാവരും എങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. കുറേ പേര് സെയിം ഡ്രസ്സാട്ടോ, നമ്മളൊരു സെയിം കളർ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ ഞങ്ങളാ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഉമ്മായും വാപ്പയാട്ടോ സ്കൂട്ടിൽ പോയത്. ഞാനും റിച്ചു ഇവായും കൂടെ റെയിലാൻഡിയുടെ കാറിൽ അവരുടെ കൂടെ ആട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ആകെ ടയേർഡായി. ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാട്ടാ. അങ്ങനെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് ഇനിയിപ്പൊ കഴിഞ്ഞിട്ടില്ല, ക്ഷീണായി. ഇനിയിപ്പൊ കിടന്നുറങ്ങി കഴിഞ്ഞാല് നാളെ രാവിലെ 5 മണിയായിട്ട് ഉമ്മ തുടങ്ങും കേട്ടോ. 10 മണിക്ക് പോകണമെന്ന് പറഞ്ഞു. 10 മണിക്ക് കല്യാണത്തിന് പോകണമെങ്കിൽ 5 മണിക്ക് വിളിക്കണം. അപ്പൊ നാളെ ഇനി ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. നാളത്തെ നമ്മുടെ കളർ കോഡ് എന്ന് പറയുന്ന ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. സർപ്രൈസ് ഇല്ല, അപ്പൊ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സത്യമായിട്ടും എന്താ പറയാ, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.